മോട്ടോർ വാഹന വകുപ്പ്. സർ, സംസ്ഥാനത്ത് രജിസ്റ്റർ വരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായ ഇത്തരം വാഹനങ്ങൾ താരതമ്യേന നികുതി തുലവും കുറവുള്ള നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് നടത്തി വരുന്നത് സംസ്ഥാനത്തിന് നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസിനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസിനത്തിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ തന്നെ നടത്തുന്നതിനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ് നിലവിലെ ത്രൈമാസ നിരക്ക് 2250 പെർ സീറ്റ്. നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് 1500 പെർ സീറ്റ്. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ് ബാക്ക് സീറ്റ് നിലവിൽ 3000 പെർ സീറ്റാണ്, 2000 ആയിട്ട് കുറയ്ക്കണം. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബെർത്ത് 4000 പെർ ബെർത്ത്, അത് 3000 ബെർത്തായിട്ട് കുറയും. മാത്രമല്ല മറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായി വല്ലപ്പോഴും കേരളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും വാഹനം പ്രവേശിക്കുന്ന തീയതി മുതൽ പരമാവധി 7 ദിവസത്തേക്ക് ത്രൈമാസ നികുതിയുടെ 10 ഭാഗം ഈടാക്കുന്നതിനും 7 ദിവസത്തിൽ കൂടുതൽ സംസ്ഥാനത്ത് തങ്ങുന്ന ബസ്സുകളിൽ നിന്നും ഓരോ മാസത്തെയും നികുതി ഈടാക്കുന്നതിനുമായി ടാക്സേഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതാണ്. എന്നാൽ സ്ഥിരമായി കേരളത്തിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ത്രൈമാസ നികുതി ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യും. മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് ഈ വർഷവും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടരുവാൻ തീരുമാനിച്ചു. 4 വർഷമോ അതിൽ കൂടുതലോ കുടിശ്ശികയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 4 വർഷത്തെ നികുതിയുടെ 30%, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 40% അടച്ച് ഇതുവരെയുള്ള കുടിശ്ശിക തീർപ്പാക്കാവുന്നതും പൊളിച്ചു കളഞ്ഞതോ കൈവശമില്ലാത്തതോ ആയ വാഹനങ്ങളിൽ നിന്നും ഭാവിയിൽ ഉണ്ടാകുന്ന ബാധ്യതകൾ ഒഴിവാക്കാവുന്നതുമാണ്. സർ, എക്സൈസ്. സർ, സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് 30 രൂപ വരെ ഗാലനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട്. ആയത് ലിറ്ററിന് 10 രൂപയായി നിശ്ചയിക്കുന്നു. ഇതുവഴി 200 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. GST. സർ, GST നിയമം വന്നതിന് മുമ്പുള്ള ചില നികുതി നിയമങ്ങളുടെ കീഴിൽ കുടിശ്ശികയായി സർക്കാരിന് ലഭിക്കാനുള്ളത് ഏതാണ്ട് 14,000 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ. എന്നാൽ ഇതിൽ പല കുടിശ്ശികകളും വളരെ പഴക്കമേറിയതോ പല സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുന്നതാണ്. പലതും ചെറിയ തുകകളാണ്. സർ, മുൻകാല നികുതി നിയമങ്ങൾ അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 6.5 വർഷമായി. മിക്ക ബിസിനസ്സുകളും GST സംവിധാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് ആവശ്യമായ നടപടിയായും സർക്കാരിന് നവകേരള സദസ്സിലൂടെ ലഭിച്ച ധാരാളം നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും ആംനസ്റ്റി 2024 നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു.